ഹലോ ഗൈസ്, അപ്പം ഞങ്ങളുടെ വാഗമൺ ട്രിപ്പിൻ്റെ പാർട്ട് 2 ആണ് ട്ടോ ഇത്. ഫസ്റ്റ് പാർട്ടിൽ ഞങ്ങൾ വരുന്ന വഴി കണ്ട സ്ഥലങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടില്ലെങ്കിൽ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ ഞാൻ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മളെ റിസോർട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട്. ഇതിൻ്റെ പേര് വന്നിട്ട് ട്രിപ്പ് മൗണ്ട് എന്നാണ്. ഇത് വാഗമണിലെ റിസോർട്ടാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ കയറുമ്പം തന്നെ ഇങ്ങനെ ഒരു കോട്ടേജ് ആയിട്ടാണ് ഇവിടെ റൂംസ് വരുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഈ ഒരു കോട്ടേജ് ആണ് കേട്ടോ. അപ്പോൾ കയറുമ്പോൾ തന്നെ നമുക്കൊരു കിങ് സൈസ് ബെഡുണ്ട്, അതുപോലത്തെ ചെയറ്, ടിവി അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം മെയിൻ ഹൈലൈറ്റ് ഇതൊന്നുമല്ല, നമുക്ക് മുകളിലും സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ വേണമെങ്കിലും നമുക്ക് ബെഡ് ഇവിടെ എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ അവിടെ ഒരു 3 ബെഡ് വരെ ഇട്ടിട്ട് നമുക്ക് എക്സ്ട്രാ ആൾക്കാരെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ വരുന്നത് ബാൽക്കണിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാൽക്കണി ആട്ടോ. നമുക്ക് ഇവിടെ ഒരു കോഫിയൊക്കെ കുടിച്ച് മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ഇരിക്കാൻ വേണ്ടി നല്ലൊരു വൈബാണ് കേട്ടോ. ഇതാണ് അവിടുത്തെ കാഴ്ച. അപ്പോൾ വന്നവരൊക്കെ അപ്പം തന്നെ പൂളിലേക്ക് ചാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടുന്ന് പൂളിലും കാണാൻ പറ്റും. പൂൾ ആക്സസ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ള കോട്ടേജൊക്കെ നമുക്ക് അവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാൻ പറ്റിയ ഒരു അടിപൊളി വ്യൂ ആയിട്ടുള്ളൊരു റിസോർട്ടാണ്. പിന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു 6 ഓർ 7 കോട്ടേജസ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 4 ഓർ 5 കോട്ടേജസ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് 18 ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെയൊക്കെ കാണിച്ചു. പിന്നെ നമുക്ക് സൈഡിലേക്ക് പോകുമ്പോഴും നമുക്കൊരു അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പോയ സമയത്താണ് ഇവിടെയും ഒരു രസമുണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയത്. അങ്ങനെ ജസ്റ്റ് അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ നല്ലൊരു അടിപൊളിയുണ്ട്. അപ്പോൾ ഈ ഒരു ഇപ്പോൾ കാണിച്ച ഈ കോട്ടേജില്ലേ, ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് അങ്ങനെ ചെയറൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ടേബിളും ചെയറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു നല്ല വൈബായിരുന്നു കേട്ടോ. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് മലനിരകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നമുക്ക് വൈബ് ആസ്വദിക്കാൻ കണ്ടോ. ഇവിടെ സൈഡിൽ ചെറുതായിട്ട് കാണുന്നുണ്ട്. അവിടെ ഒരു ചെയറും 2 ചെയറും ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരെ ഡാൻസ് കളിച്ച് നേരെ പോകുന്നത് സ്വിമ്മിംഗ് പൂളിലേക്കാണ്. അപ്പോൾ വന്നവരൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അവിടെ ഓൾറെഡി പൂളിലേക്ക് ചാടിയിട്ടുണ്ട്. ഈ ഒരു റിസോർട്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആണ് കേട്ടോ ഈ ഒരു ഇൻഫിനിറ്റ് പൂള്. നമ്മൾ ഫ്രണ്ട്സ് കൊളീഗ്സൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മോസ്റ്റ് റെക്കമെൻഡഡ് റിസോർട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ നൈറ്റ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പൂൾസൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഗ്രില്ലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ലൈവായിട്ട് കുക്ക്, നമ്മൾ പറയുന്ന ഡിഷ് നമുക്ക് വേണമെങ്കിൽ അവർ കുക്ക് ചെയ്ത് തരും കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നൈറ്റ്. ലാസ്റ്റ് എല്ലാവരും പൂളിൽ നിന്നൊക്കെ ഇറങ്ങി ഫ്രഷപ്പ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമുക്ക് ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടായിരുന്നു, അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാമ്പ് ഫയറും DJ ഒക്കെ ഒരു പൊളി വൈബായിരുന്നു കേട്ടോ. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഡിന്നർ നമ്മൾ ടീ ലോഞ്ചിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കുണ്ടായിരുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ചിക്കൻ ഫ്രൈ, ഇത് മൂന്നുമായിരുന്നു നമുക്ക് ഡിന്നറിന് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് കേട്ടോ. എല്ലാം നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ ഞാൻ സൂപ്പ് കുടിച്ചിട്ടുണ്ട്. സൂപ്പ് സ്വീറ്റ് കോൺ സൂപ്പായിരുന്നു കേട്ടോ അന്നുണ്ടായിരുന്നത്. പിന്നെ ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. എല്ലാം അടിപൊളി ഫുഡായിരുന്നു. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളി. അങ്ങനെ അന്നത്തെ ദിവസം നമ്മൾ കഴിഞ്ഞു. പിന്നെ നമ്മൾ നെക്സ്റ്റ് മോർണിംഗ് രാവിലെ എണീറ്റ് ഇതാണ് കേട്ടോ വൈബ്. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ എണീറ്റ് ഒരു 7:30 ഒക്കെ ആയപ്പോൾ തന്നെ എല്ലാവരും എണീറ്റിട്ടുണ്ടായിരുന്നു. പൊളി വൈബായിരുന്നു കേട്ടോ ഇവിടെ നോക്കുമ്പോൾ തന്നെ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചു എന്നാൽ പിന്നെ ഒരു മോർണിംഗ് വാക്കിന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും എണീറ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയി. സ്കിന്നൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട് കേട്ടോ. നല്ല വെയിലുണ്ട് എന്നാൽ കാറ്റുമുണ്ട്, ആ ഒരു ടൈപ്പായിരുന്നു. പിന്നെ മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റിന് വന്നു. അപ്പോൾ പുട്ടും കടലയും പിന്നെ പൂരി മസാല ഉണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രെഡ് അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടായിരുന്നു. ടീ കോഫിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇതാണ് കേട്ടോ, പുട്ടും കടലക്കറിയും. അതായിരുന്നു എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ ഞാൻ അതായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഫുഡ് ഞാൻ പറഞ്ഞില്ല, ഒരു രക്ഷയില്ല, നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പോയത് അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. നമ്മളെ ടൈം നല്ല ബെസ്റ്റ് ടൈമായിരുന്നു. ഉച്ചയ്ക്കൊരു 12 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ എത്തി. ആ ഒരു ടൈമിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബുക്കിംഗ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഒരു 2:30 3 ആ ഒരു ടൈമിലേ ഉള്ളായിരുന്നു നമുക്ക് കിട്ടുള്ളായിരുന്നു. ഞാൻ ഓടിപ്പോയി ക്യാപ്പൊക്കെ വാങ്ങിച്ചു. എനിക്ക് ക്യാപ്പില്ലാഞ്ഞിട്ട് വെയിൽ കൊണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓടിപ്പോയി ക്യാപ്പൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കാൻ പോയി. അവർ പറഞ്ഞിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമം വന്നു കേട്ടോ. അതേപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, സ്വിങ്ങി, അതിലൊക്കെ എനിക്ക് കയറണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഒന്നിൽ തന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.
ഈ ഒരു സ്വിങ്ങിൽ കയറണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ആടാൻ വേണ്ടിയിട്ട്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അതിലും നമുക്ക് കിട്ടിയില്ല. പിന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ്, ആ സൈഡിൽ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അതിന് 5 മിനിറ്റ്സോ 10 മിനിറ്റ്സിനോ അത്രയോ നമ്മൾ നിൽക്കുന്നതിന് തന്നെ ₹250 ആണ് പെർ ഹെഡ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതിലും ബുക്കിംഗ് ഉണ്ടായിരുന്നു. റിസർവ് ചെയ്തിരുന്നതുകൊണ്ട് നമുക്ക് അതിലും കിട്ടിയില്ല. പിന്നെ നമ്മൾ അതുവഴി കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേരാപാര നടന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയപ്പോഴാണ് ഈ ഒരു അഡ്വെഞ്ചർ സോണ് കണ്ടത്. പിന്നെ അവിടെയും നമ്മൾ കേറിയില്ല. പിന്നെ നമുക്ക് ആകെപ്പാടെ മടുത്തുപോയി. കാരണം ഒന്നിലും നമുക്ക് ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട്. ലാസ്റ്റ് അവിടെ പോയി തണലത്തിരുന്ന് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് ചില്ല് ചെയ്തു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.